അൻഫാലിൽ ഓതിക്കേൽപ്പിക്കപ്പെട്ടത്. ബദർ എന്ന് പറയുമ്പോൾ പൊതുവെ യുദ്ധമാണ് എല്ലാവർക്കും മനസ്സിലേക്ക് ഓടി വരിക. എന്നാൽ സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു യുദ്ധമായിരുന്നു ബദർ. പൊതുവെ ചില ആളുകൾ നമുക്ക് ബദറാവണ്ട മക്കളെ, ഉഹദാവണ്ട മക്കളെ എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുന്നവർക്ക് തോന്നുക എന്തോ നമ്മുടെ എതിരാളികളെ കൊന്നൊടുക്കാൻ ഉണ്ടാക്കിയ ഒരു ഏർപ്പാടാണ് ബദർ എന്നാണ് പൊതുവെ തെറ്റിദ്ധരിച്ചത്. സത്യത്തിൽ സമാധാനത്തിന് വേണ്ടിയായിരുന്നു ബദർ അള്ളാഹു നടപ്പിലാക്കിയത്. മദീനയിലെത്തി, എന്നിട്ടും മുളയിലേ മുള്ളണം എന്ന ഒരു ചിന്ത അവർക്ക് വന്നു, ശത്രുക്കൾക്ക്. അങ്ങനെ എന്നും ഉപദ്രവവും അക്രമവും മാത്രമായി അവർ മുന്നോട്ടേക്ക് നീങ്ങി. അങ്ങനെ വേരോടെ നശിപ്പിക്കാൻ ഇസ്ലാമിക സംഘത്തിന് നേരെ കച്ചവടത്തിന് പോകുമ്പോൾ പോലും ആക്രമിക്കാൻ തുടങ്ങിയപ്പോ മുസ്ലിങ്ങൾ തീരുമാനിച്ചു, ഇത് ശരിയാവില്ല. 13 കൊല്ലം ക്ഷമിക്കണം 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 എന്ന് പറഞ്ഞ അതേ ഖുർആനും അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞു, നോക്കിക്കാൻ പറ്റൂല. കാരണം വേരോടെ പിഴുതെറിയാൻ ശ്രമിക്കുന്നവരെ തടയേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അവിടെ അവകാശ പോരാട്ടമായിരുന്നു ബദർ. 1 സമാധാനത്തിന് വേണ്ടിയാണ്, 2 അവകാശ പോരാട്ടമാണ് ബദർ. അങ്ങനെയാണ് അബൂ സുഫിയാൻ അടങ്ങുന്ന 50 അംഗ സംഘം യാത്രക്ക് പോകുമ്പോ, അവർ കച്ചവടത്തിന് പോകുമ്പോ, കുറെ കാലമായല്ലോ നമ്മളെ വീർപ്പ് മുട്ടിക്കുന്നത്, ആ വീർപ്പ് മുട്ടിക്കുന്നവരെ ഒന്ന് ചോദ്യം ചെയ്യാൻ, വീർപ്പ് മുട്ടിക്കുന്നവരോട് ഒരു വാണിംഗ് കൊടുക്കാൻ വേണ്ടി പുറപ്പെട്ടതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും. അതുകൊണ്ടാണ് എണ്ണത്തിൽ കുറഞ്ഞത്, അതുകൊണ്ടാണ് ആയുധങ്ങളില്ലാതെയും പുറപ്പെടാൻ തയ്യാറായത്. നമ്മള് മധ്യസ്ഥ ശ്രമത്തിൽ സംസാരിക്കാൻ എങ്ങനെ പോവാ? അപ്പൊ ആ സംസാരത്തിന് വേണ്ടി, തടയുവാൻ വേണ്ടി മാത്രം പോയതാണ് എന്ന് പറഞ്ഞാൽ കുറെ കാലമായി സഹിക്കുന്നു. അപ്പൊ അബൂ സുഫിയാനെ പോലെയുള്ള പ്രമാണിമാരോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ഇനി ഒരു ശല്യപ്പെടുത്തൽ ഉണ്ടായാൽ നോക്കി നിൽക്കില്ല എന്ന് ബോധ്യപ്പെടുത്താനായിരുന്നു ബദറിലേക്കുണ്ടായിരുന്ന യാത്ര. ബദർ എന്ന് പറയുമ്പോൾ ചന്ദ്രനാണ് ബദർ എന്ന് ഖുർആൻ അറബിയിൽ പറയുക. ഖമർ, ഹിലാൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ചന്ദ്രൻ. നമ്മള് ഹിലാല് കണ്ടു എന്നാണല്ലോ പറയാം മാസപ്പിറവിക്ക്. അതിനാണ് ആ ചെറിയ ചന്ദ്രനാണ് ഹിലാൽ എന്ന് പറയുക.